എന്നാൽ നമുക്കറിയാം ഇതിന് ശേഷം ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് പോകുന്നു, അല്ലെ ഡിഗ്രിക്ക് പോകുന്നു. ഈ പിള്ളേർക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് അവരിങ്ങനെ പോകുമ്പോൾ ഇനി ഹോസ്റ്റലിലായിക്കോട്ടെ അല്ലെ സ്കൂളിലേക്ക് ആയിക്കോട്ടെ, മക്കളെ വാങ്ങിച്ചോളം പറഞ്ഞ് നമ്മൾ പൈസയാണ് കൊടുക്കാറുള്ളത്. അവരിങ്ങനെ പറയും എനിക്ക് ഇത്ര ബുക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന ബാഗ് വേണം, കുട വേണം എന്നൊക്കെ പറയുമ്പോൾ പൈസ കൊടുക്കും, അവർ തന്നെ പോയി വാങ്ങിക്കും. അതിനുശേഷം നമുക്കറിയാം കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞു അവനൊരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു വന്നു. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്: അവനൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പം മാതാപിതാക്കള് അവന് എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തോ ബിഗിനിങ് സ്റ്റേജ്, 2ാമത്തെ സെക്കൻഡ് സ്റ്റേജ് ആയപ്പോൾ അവന് വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊടുത്തു. പക്ഷെ 3ാമത്തെ സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? അവൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ മാതാപിതാക്കൾക്ക് എന്താ വേണ്ടിയെന്ന് ചോദിച്ചിട്ട് തിരിച്ചങ്ങ് വാങ്ങിക്കൊടുക്കും. അവൻ കൊണ്ടുവരുന്ന ഒരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ അവൻ കൊണ്ടുവരുന്ന ഒരു സ്വീറ്റ്, അങ്ങനെ അത് ഈ മാതാപിതാക്കൾ ഭയങ്കര ഹാപ്പിയാ. അപ്പനോടും അമ്മയോടും ചോദിക്കുന്നല്ല മക്കള്, അമ്മപ്പന എന്നാ വേണ്ടി, അമ്മയ്ക്ക് എന്താ വേണ്ടി, ഞാൻ എന്താ കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കും, ഇല്ലേ? നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥ ഇതേപോലെ മാറേണ്ടിയിരിക്കുന്നു. 2ാമത്തെ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ലെന്നുള്ളതാണ്. നമ്മൾ ഈ ബിഗിനിങ് സ്റ്റേജ് ഉണ്ടല്ലോ, ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പോലെ എനിക്ക് ബാഗ് വേണം, ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കുട വേണം, ചെരുപ്പ് വേണം, വാട്ടർ ബോട്ടിൽ വേണം, പൊതിപാത്രം വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ പറയുകയും അത് സാധിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ പോലെ ഞാൻ നിങ്ങളൊക്കെ തമ്പുരാന്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം: എൻ്റെ ദൈവമേ, എൻ്റെ വിസയുടെ കാര്യം റെഡിയാക്കണം, മക്കളുടെ വിദ്യാഭ്യാസ കാര്യം റെഡിയാക്കണം, എൻ്റെ ജോലിയുടെ പ്രമോഷന്റെ കാര്യം റെഡിയാക്കണം, വീട് വേണം, വാഹനം വേണം, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ 2ാമത്തെ സ്റ്റേജ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ വേണ്ടി തമ്പുരാൻ തരുന്ന ഇങ്ങനെ പൈസ തന്ന് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥയിൽ വരെ നമ്മൾ എത്തിയിട്ടും നമ്മൾ ഈ 1ാം സ്റ്റേജിൽ നിന്ന് 2ലേക്ക് പോയിട്ടില്ല. 3ാമത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തേണ്ട സമയം എന്നേ കഴിഞ്ഞു. 10ഓ 20ഓ വയസ്സ് 25ഓ വയസ്സിലൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞു തന്നെ ജോലിയിലേക്കായി. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥന തുടങ്ങിയിട്ട് വർഷങ്ങളായി. എത്ര വർഷമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, എത്ര നാളായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പിലുണ്ട്, എത്ര നാളായിട്ട് നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, എത്ര നാളായിട്ട് നമ്മൾ വിശ്വാസത്തിലുണ്ട്. പക്ഷെ നമ്മൾ ഈ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് 3ാമത്തെ ദിവസം കേട്ടോ, അപ്പൻ എന്നെ അപ്പ വേണ്ടിയാ, അമ്മയ്ക്ക് എന്നെ അമ്മ വേണ്ടിയാ. നിങ്ങളെ എൻ്റെ അപ്പന്റെ, എൻ്റെ ഈശോയുടെ ഹിതം എന്നാ? ഞാനും നിങ്ങളൊക്കെ തമ്പുരാനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാകണമെന്നുള്ളതല്ലേ ഈശോയുടെ ഹിതം? അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ലോകത്തിന് മുമ്പിൽ സ്തേഫാൻ ഹൗസിനെ പോലെ കല്ലെറിയപ്പെടുമ്പോഴും, ജീവിതത്തിൽ ഇങ്ങനെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോഴും, വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും, സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ തമ്പുരാനെ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ തിരുവാതിര നമ്മളോട് കൂടെ ആകാവുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? നമ്മൾ എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റും ഞാനിപ്പോ ഈ 3ാമത്തെ അവസ്ഥയിലാണെന്ന്? എൻ്റെ അപ്പന് വേണ്ടി, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം ഒരു ശുശ്രൂഷയാണെന്ന്, എൻ്റെ കുടുംബം എൻ്റെ തമ്പുരാനെ പങ്കുവെക്കുന്ന ഒരവസ്ഥയാണെന്ന്, എൻ്റെ ജോലി സ്ഥലത്തും ഞാനായിരിക്കുന്ന രാജ്യത്തും ഞാനായിരിക്കുന്ന ദേശത്തും ഒക്കെ എൻ്റെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക്, 3ാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ നിങ്ങളെ എത്തിയിട്ടുണ്ടോ? അതോ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ ആവശ്യങ്ങൾ പറഞ്ഞ് കരയുന്ന ഒരവസ്ഥയെ നമ്മൾ നിൽക്കുവാണോ? പ്രിയമുള്ളവരെ, എപ്പോഴാണോ ഞാൻ നിങ്ങളൊക്കെ ഈ 1ാമത്തെ അവസ്ഥയിൽ നിന്ന് 3ാമത്തെ അവസ്ഥയിലേക്ക് എത്തുന്നത്, അപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യുദ്ധം ചെയ്യുന്നത്. ഈശോ നമുക്ക് വേണ്ടി നമ്മളെ പീഡിപ്പിക്കുന്ന സാബുളിനെ കുതിരപ്പുറത്തുനിന്ന് മറിച്ചിടണോ ഞാനും നിങ്ങളുമൊക്കെ ഈ 3ാമത്തെ അവസ്ഥയിലേക്ക് വളരേണ്ടിയിരിക്കുന്നു? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബിഗിനിങ് സ്റ്റേജിലാണ്, നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ട് അപരാധി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറം നമ്മുടെ വിശ്വാസം എത്രമാത്രം വളരുന്നു എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി 2ാമത്തെ ഒരു തലം കൂടെ ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ വിശ്വാസം വളരണമെന്നുണ്ടെങ്കിൽ സാവൂളിന് സംഭവിച്ചതെന്ന് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. സാവൂളിനെ പൗലോസാക്കിയ തമ്പുരാൻ എങ്ങനെയാ? അവനെ കുതിരപ്പുറത്ത് നിന്ന് തള്ളി താഴെയിട്ടപ്പോ ഒരു മിന്നലൊളി കണ്ണിൽ പതിച്ചു എന്നാ വചനം എഴുതിയേക്കുന്നത്. 3ാം വചന. അപ്പോൾ അപ്പോസ്തലപ്രവർത്തനം 9ാം അധ്യായം 3 നമ്മൾ കാണുക, അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ സാവൂൾ നീ എന്തിനാ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോകുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. സാവൂളിനോട് കർത്താവ് പറയാം,
നീ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോ നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിന്നെ അറിയിക്കും. നഗരത്തിലേക്ക് ചെന്നപ്പോ അവൻ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയിച്ചത് അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നഗരത്തിൽ ചെന്ന് ശൗൽ എന്താ ചെയ്തെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനു മുമ്പേ നമുക്കൊന്നുകൂടെ ചിന്തിക്കാം. അവനോടൊപ്പം യാത്ര ചെയ്യുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണാൻ സ്തബ്ധരായി നിന്നുപോയി. സ്വരം അവരും കേട്ടു, സാവൂള് കേട്ട പോലെ അവരും സ്വരം കേട്ടു. പക്ഷെ അവരിത് ആരാ പറയുന്നത് എന്താണെന്ന് അറിയാതെ അവർ സ്തബ്ധരായി നിന്നു. ഈ സ്വരത്തിന്റെ ഉടമസ്ഥനെ അല്ലെങ്കിൽ സ്വരം വന്ന വ്യക്തിയെ അവർ കണ്ടില്ല. അത് സാവൂള് മാത്രമേ കണ്ടുള്ളൂ. എപ്പോഴാണെന്നറിയാം സാവൂള് കണ്ടത്? സാവൂൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു, കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, സാവൂളിന്റെ കണ്ണുകൾ ഇങ്ങനെ തുറന്നിരുന്നിട്ടും അവന് ലോകത്തെ ഒന്നും കാണാൻ സാധിച്ചില്ല. തുറന്നിരുന്ന കണ്ണി അവന് ഒന്നും കാണാൻ സാധിച്ചില്ല. കണ്ണിൽ ഇങ്ങനെ മങ്ങലേറ്റ് അല്ലെങ്കിൽ തുറന്നിരുന്നെങ്കിലും അന്ധമായപ്പോൾ സാവൂൾ കണ്ടു ഈശോയെ. എൻ്റെ ഈ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു അന്ധത ആവശ്യമാണ് ദൈവത്തെ കാണാൻ. ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ ലോകത്തെ കാണാൻ വേണ്ടി കണ്ണുകളെ തുറന്നിരിക്കുമ്പോ, ലോകത്തിന്റെ വ്യഗ്രതയിൽ ഇങ്ങനെ കണ്ണുകളെ തുറന്നിരിക്കുമ്പോ ദൈവത്തെ കാണാൻ പറ്റത്തില്ല. നമുക്ക് സാവൂളിനെ പൗലോസിലേക്ക് ഒരു മാറ്റം വന്നതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു മാറ്റം വരണമോ? നമ്മുടെ കണ്ണുകളെ തുറന്നിരുന്നാലും ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വരണം. ലോകത്തെ കാണുന്നതിന്റെ അവസ്ഥയാ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവന്റെ ജീവിതത്തിൽ കരച്ചിലുണ്ടാകും, അവന്റെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകും. ഇന്നത്തെ കരച്ചിൽ നാളത്തെ സന്തോഷമാകും, ഇന്നത്തെ ദുഃഖം നാളത്തെ സന്തോഷമാകും, ഇന്നത്തെ വിഷമങ്ങൾ നാളെ സന്തോഷമാകും, ഇന്നത്തെ സന്തോഷങ്ങൾ നാളെ ദുഃഖങ്ങളാകും. ഇതാ ലോകത്തിന്റെ അവസ്ഥ. ഞാനിന്ന് ചിരിക്കും, നാളെ ഞാൻ കരയും. നിങ്ങളിന്ന് ചിരിക്കും, നാളെ കരയും. ഇന്ന് നിങ്ങൾ സന്തോഷിക്കും, നാളെ ദുഃഖിക്കും. ഇന്ന് നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണോ, നാളെ നിങ്ങൾ വിഷമത്തിലേക്ക് പോകും. ഇത് ലോകത്തിന്റെ ഒരു അവസ്ഥയാണ്. പക്ഷെ തുറന്നിരിക്കുന്ന കണ്ണിലും ഒന്നും കാണാൻ കഴിയാത്ത ലോകത്തെ ജഡിക ആസക്തികളെ, തിന്മയുടെ ആസക്തികളെ, ലോകമോഹങ്ങളെയൊക്കെ കാണാൻ സാധിക്കാതെ എന്നെയും നിങ്ങളെയും കണ്ണെപ്പോഴാണോ അന്ധമാകുന്നത്, അപ്പോ നമുക്ക് ദൈവത്തെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ കണ്ണുകളിലപ്പോ ഈശോയെ ദർശിക്കാൻ വേണ്ടി പറ്റും. അപ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നത്. എനിക്ക് നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അപ്പോസ്തല പ്രവർത്തനം 29-ാം അധ്യായം എഴുതി ചേർക്കാൻ പറ്റുന്നത് ലോകത്തിലേക്ക് നോക്കുന്ന കണ്ണുകൾ അടയുമ്പോഴാണ്. ലോകത്തിലേക്കുള്ള നോക്കുന്ന കണ്ണുകൾ തുറന്നിരുന്നാലും ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥയിലെ അപ്പോസ്തല പ്രവർത്തനം 29-ാം അധ്യായം വായിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അപ്പോസ്തല പ്രവർത്തനം 29-ാം അധ്യായം 1 വരെയുള്ളത് എന്റെയും നിങ്ങളുടെയൊക്കെ സുവിശേഷമാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ പ്രവർത്തികളാണ് അപ്പോസ്തല പ്രവർത്തനം 29-ാം അധ്യായം. അല്ലാതെ ലോകത്തിലേക്ക് നോക്കി തുറന്നിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് ഒരിക്കലും അപ്പോസ്തല പ്രവർത്തനം 29-ാം അധ്യായം വായിക്കാൻ പറ്റത്തില്ല. കാരണം 29-ാം അധ്യായം 1 തൊട്ടുള്ള വചനങ്ങള് ഞാനും നിങ്ങളുമൊക്കെ എന്ത് സുവിശേഷം ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈശോ ഇടപെട്ടത് മരണമോ, പോർവിളിയോ, യുദ്ധമോ, സഹനമോ, പ്രതിസന്ധിയോ, പ്രതികൂലങ്ങളോ എന്തും വന്നോട്ടെ, അവിടെയെല്ലാം ഞാനും നിങ്ങളും കർത്താവ് തമ്പുരാനോട് ചേർന്ന് സഹിക്കുന്ന, തമ്പുരാനോട് ചേർന്നായിരിക്കുന്ന, തമ്പുരാനെ പങ്കുവെക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്ന അപ്പോസ്തല പ്രവർത്തനം 29-ാം അധ്യായം. അത് കാണണമെന്നുണ്ടെങ്കിൽ സാവൂളിനെ പോലെ തുറന്നിരുന്നാലും കാണാൻ കഴിയാത്ത കണ്ണുകൾ വേണം. പക്ഷെ നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ ലോകത്തിലേക്ക് നോക്കി ലോകമോഹങ്ങളിൽ പെട്ടിരിക്കുമ്പോ തമ്പുരാനെ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും ഈ 3-ാമത്തെ സ്റ്റേജിലേക്ക് അപ്പനെന്താപ്പാ വേണ്ടിയ ഈശോ, ഞാൻ എന്താണ് ഈശോ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് അപ്പോസ്തല പ്രവർത്തനം 29-ാം അധ്യായം നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ വായിക്കത്തുള്ളൂ. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം 29-ാം അധ്യായം അത് നമ്മുടെ മക്കൾ വായിക്കണ്ടേ. നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ കണ്ണിങ്ങനെ അന്ധമായി. പക്ഷെ നമ്മുടെ മക്കളെടുക്കുമ്പോൾ ഈ 29-ാം അധ്യായം കാണണം. അവിടെ ഇങ്ങനെ 29-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 29-ാം അധ്യായം എഴുതി ചേർക്കപ്പെടണോ? ലോകത്തിലേക്ക് നോക്കുന്ന കണ്ണുകൾ ഇടയ്ക്കൊക്കെ ഒന്ന് അന്ധമാകേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സാവൂൾ അന്ധമായപ്പോഴാ
തമ്പുരാനെ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് തുടർന്നുള്ള നമുക്കറിയാം ഈ അപ്പോസ്തലപ്രവർത്തനം 9-ാം അധ്യായം തൊട്ട് ഇങ്ങനെ സഭയ്ക്ക് അടിത്തറ തൊട്ട് ഞാൻ പറഞ്ഞ വെളിപാട് വരെ ഇത്രമാത്രം ശക്തമായിട്ട് എഴുതിയ ഒരു വ്യക്തി ബൈബിളിൽ ഇല്ല. 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. 28-ാം അധ്യായത്തിന്റെ അവനുമായി ഇതിന്റെ 23 മുതൽ എങ്ങനെയായിരിക്കുന്നത്, 28-ാം അധ്യായം 23 അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശ്ചയിച്ചു. അന്ന് നിരവധി ആളുകൾ അവന്റെ വാസസ്ഥലത്ത് വന്നു. രാവിലെ മുതൽ സന്ധ്യ വരെ അവൻ മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരെ അടിസ്ഥാനമാക്കി യേശുവിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെ കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു, മറ്റു ചിലർ അവിശ്വസിച്ചു. അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, പ്രവാചകനായ യെശയ്യായിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. നീ പോയി ഈ ജനത്തോട് പറയാ, നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ, ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതിയുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. അവർ അത് കേൾക്കുകയും ചെയ്തു. 31 തിരുവചനങ്ങൾ. അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം മുഴുവൻ അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു. 31-ാം തിരുവചനം 28-ാം അധ്യായത്തിന്റെ അവസാന വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവർത്തനത്തിന്റെ അവസാന വചനം POCയുടെ ബൈബിളിൽ 28-ാം അധ്യായത്തിന്റെ അവസാന വചനം ഇങ്ങനെ എഴുതിയേക്കുന്നത്, അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, 29-ാം അധ്യായത്തിലെ 1 മുതൽ ഞാൻ നിങ്ങളുമൊക്കെ തമ്പുരാനെ കണ്ടെത്തിയോ, ഞാൻ നിങ്ങളുമൊക്കെ തമ്പുരാനിലായോ, അതോ ഇങ്ങനെ കുഞ്ഞു പിള്ളേര് പ്രാർത്ഥിക്കുന്ന പോലെ അപ്പ എനിക്ക് മുട്ടായി വേണം, പെൻസിൽ വേണം, ബുക്ക് വേണം, സ്കൂളിൽ പോകുമ്പോൾ ബാഗ് വേണം, ചോറ്റുപാത്രം വേണം, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ വേണം എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമതൊരു സ്റ്റേജ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇന്ന് വേണമെന്ന് പറയുമ്പോ അപ്പൊ ഇങ്ങനെ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കുന്ന അവസ്ഥ. 3-ാമത്തെ തലമുണ്ടല്ലോ, ജോലിയൊക്കെ കിട്ടി ഒരു സ്റ്റാൻഡൊക്കെ ആയി കഴിയുമ്പം അപ്പൊ എന്ത് വേണം, അമ്മയ്ക്ക് എന്ത് വേണം എന്ന് ചോദിച്ച് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയെ പോലെ എന്റെ ഈശോയ്ക്ക് വേണ്ടി പൗലോസപ്പോസ്തലൻ സാവൂള് പൗലോസ് ആയപ്പോ പൗലോസപ്പോസ്തലൻ വീട് വാടകയ്ക്കെടുത്ത് ഉപദേശം കൊടുക്കുക. അവസാനം എങ്ങനെ പറഞ്ഞേക്കുന്നത്, ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തു നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു. കൊറിന്തോസുകാരുടെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ 2 കൊരിന്തോസിന്റെ 16 അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, കപ്പലപകടത്തിൽപ്പെടുന്നു, വലിയ സഹോദരന്മാർ എന്ന് പറയുന്നവർ ദ്രോഹിക്കുന്നു. വചനം പറയുമ്പോൾ അവിടെ പീഡനം, യാത്ര ചെയ്യുമ്പോൾ കപ്പലത്ത് കടലിലൂടെ ഒഴുകി നടക്കുന്നു. മുഴുവൻ ജീവിതത്തിൽ മുഴുവൻ ഇങ്ങനെ വലിയ സഹനങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെയാണ്. മരണം വന്നോട്ടെന്നേ, എന്തും സംഭവിച്ചോട്ടെന്നേ, പക്ഷെ എന്റെ ദൈവത്തിന് വേണ്ടിയാ ഞാൻ ചെയ്തത് ഒക്കെ, എന്റെ ദൈവത്തിന്റെയാ. അപ്പൊ പൗലോസപ്പോസ്തലൻ പറയുന്നല്ലോ, എനിക്കല്ല കർത്താവേ തമ്പുരാനെ, എനിക്കല്ല മഹത്വം നിനക്കാന്നാ പറയുന്നത്, അല്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല, നിന്റെ കൃപയാ ചെയ്തതെന്നാ പറയുന്നത്. ഈ സഹനങ്ങളെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും തമ്പുരാൻ പറയുന്നത് ഇതുപോലെ, ഈ സഹനങ്ങൾ ഇരുന്നോട്ടെ, നിനക്ക് എന്റെ കൃപ മതി എന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ അപ്പോസ്തലപ്രവർത്തനം 29-ാം അധ്യായത്തിൽ ഞാനും നിങ്ങളും തമ്പുരാന്റെ കൃപയിലായിരുന്നു കൊണ്ട് എത്ര പേരോട് ഈശോയെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് വചനം. എത്ര പേർ നമ്മളുടെ ജീവിതത്തിൽ, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ തമ്പുരാനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചോ എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഒരു വചനം പറയുന്ന ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോഴും ആള് ഇങ്ങനെ പറയുന്ന ഒരു സംഭവം ഇതാ, കടബാധ്യത ആയിരിക്കാം, വാടക വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ വലിയ പുറത്തുനിന്ന് നോക്കിയ വലിയ ഞെരുക്കത്തിലൂടെ ആയിരിക്കാം. പക്ഷെ ഈ വ്യക്തി ഭയങ്കര ഹാപ്പിയാ. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു അവസ്ഥ ഇതാ, വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് ലോകം വിചാരിക്കും. പക്ഷെ നമുക്ക് എപ്പോഴാണ് സന്തോഷിക്കാൻ പറ്റുക? ഞാൻ നിങ്ങളൊക്കെ ഈശോയിലായിരിക്കുമ്പോഴാണ്. നമ്മുടെ ക്രിസ്തുവിലാണോ
നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മരണമോ സഹനമോ കടബാധിതയോ പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ ഒക്കെ ആയിക്കൊള്ളട്ടെ, നമുക്ക് സന്തോഷിക്കാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതല്ല നമ്മൾ ഈശോയിൽ അല്ലെങ്കിൽ അയ്യോ ഞാൻ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത്, എനിക്ക് കാറില്ലല്ലോ, എനിക്ക് വീടില്ലല്ലോ, എൻ്റെ ജോലി പ്രശ്നമാണല്ലോ, എൻ്റെ വിസ പ്രശ്നമാണല്ലോ, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം പ്രശ്നമാണല്ലോ, എൻ്റെ കൂട്ടുകാർ പ്രശ്നമാണ്, ജീവിതപങ്കാളി പ്രശ്നമാണല്ലോ, കുടുംബത്തിലെ അസ്വസ്ഥയാണല്ലോ, നമുക്ക് എന്ന് ഇങ്ങനെ പ്രതിസന്ധി മാത്രമേ ഉള്ളൂ. അയ്യോ ഞാൻ എൻ്റെ പഠിത്തം അതിലെ വലിയ പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് നമുക്കൊന്നും കാണത്തില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതൊക്കെ ഇങ്ങനെ പ്രതിസന്ധികളും വിഷമിപ്പിക്കുന്നതും മാത്രമായിരിക്കും. എപ്പോഴാണോ നമ്മൾ ഈശോയിലാണെന്നത്, എപ്പോഴാണോ ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നത്, എപ്പോഴാണോ പൗലോസപ്പോസ്തലനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ലോകത്തിലേക്ക് തുറന്നിരിക്കുന്ന കണ്ണുകൾ അടയപ്പെടുന്നത്, ആ സമയത്ത് ഇങ്ങനെ നമുക്ക് ഈശോയിൽ സന്തോഷിക്കാൻ വേണ്ടി പറ്റും. പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും പട്ടിണിയിലും പരിവട്ടത്തിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലും ഒക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. എപ്പോഴാ? നമ്മുടെ ഈശോയിലായിരിക്കുമ്പോൾ, ക്രിസ്തുവിലായിരിക്കുമ്പോൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആവലാതിയാണോ, ഭയങ്കര അനുസരിച്ച് അയ്യോ ഇതെങ്ങനെ റെഡിയാകും, ഇത് റെഡിയാകുമോ, നിയമം വെച്ച് നോക്കിയാൽ നമുക്ക് വിസ റെഡിയാകത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് നമ്മുടെ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകത്തില്ല, നമ്മൾ ചിന്തിച്ചാൽ കഴിയോ നമ്മുടെ ബുദ്ധിക്ക് ഇത് അപ്രാപ്യമാണെന്ന് വിചാരിക്കും. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ബുദ്ധിയല്ല ദൈവത്തിൻ്റെത്. നമ്മൾ ലോകത്തിലേക്ക് നോക്കി നമ്മൾ ഭാരപ്പെടുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. നമ്മുടെ ഇന്നത്തെ ദുഃഖം നാളെ സന്തോഷമാക്കുന്നതാ തമ്പുരാന്റെ പദ്ധതി. എത്ര വലിയ പ്രതിസന്ധിയിലൂടെ പ്രതികൂലത്തിലൂടെ കടന്നു പോയിക്കോട്ടെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അവസാനം 22-23 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 23-24 വചനത്തിൽ കാണുന്നുണ്ട്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ഈശോയോട്? നമ്മളിങ്ങനെ അനുഭവം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈശോയുടെ നാമത്തിൽ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഈശോയുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അതൊരു ഒരു ഒരു മൂന്നാമത്തെ ഒരു ചിന്തയാണ്. നമ്മുടെ പ്രാർത്ഥന അല്ലെ ചോദ്യം ഈശോയുടെ നാമത്തിലാണോ എന്നുള്ളതാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, ഈശോയുടെ നാമത്തിലേക്ക് ഞാനും തരണം, ഈശോയെ നിന്റെ നാമത്തിൽ എനിക്ക് ബുദ്ധി തരണം, ഈശോയെ നിന്റെ നാമത്തിൽ എനിക്ക് ഓർമ്മശക്തി തരണം. മക്കളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അവർ പഠിക്കുന്നത് തലയിലേക്കാകുന്നത്. അത് എപ്പോഴേ അത് ഓർത്തിരിക്കത്തുള്ളൂ. കുഞ്ഞു പിള്ളേരോടൊക്കെ അത് ചോദിച്ചു വെക്കാം. അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, വായിച്ചാലൊന്നും തലയ്ക്കകത്തോട്ട് കയറുന്നില്ല, ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരുന്നാലും പെട്ടെന്ന് വീട്ടിൽ വരുമ്പോൾ മറന്നു പോകുന്നു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഈശോയുടെ നാമത്തിൽ ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ഈശോയുടെ നാമത്തിൽ നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പകർത്ത ജെറമ്യാ 33:3 പറയുന്നുണ്ടല്ലോ, നിന്റെ ബുദ്ധിക്ക് അതീതവും നിഗൂഢമായതുവരെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുമെന്നാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ ബുദ്ധിക്ക് അപ്രാപ്യമായത് തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തരുമെന്നേ. യോഹന്നാൻ 14:26 പറയുന്ന പോലെ അവൻ പഠിപ്പിക്കുകയും ചെയ്യും, ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ആരാ? പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് മക്കളെ ഓർമ്മിക്കും, നമ്മളെ ഓർമ്മിപ്പിക്കും, നമ്മളെ പഠിപ്പിക്കും. നമുക്ക് ജ്ഞാനം തരുന്നു, ഓർമ്മ തരുന്നു, ബുദ്ധി തരുന്നതൊക്കെ ആരാ? ഈശോയാ, പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചാലേ നമ്മൾ പഠിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിയിലൊക്കെ ഇടപെട്ടെങ്കിലേ നമുക്ക് ഓർമ്മശക്തി ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ, വലിയ ക്രൈസിസിലൂടെ കടന്നുപോട്ടെ, എപ്പോഴാണ് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, നമുക്ക് അവിടെ ജയിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ തമ്പുരാൻ നമ്മളെ ജീവിതത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈശോയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന്. രണ്ടാമത്തെ ഒരു അവസ്ഥ, ഈ ചോദിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി, ആ ഒരു തലത്തിൽ നിന്ന് മാറി തമ്പുരാൻ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇങ്ങനെ നമ്മുടെ ആവലാതിയുണ്ട്, ഞാൻ ഒത്തും ചെയ്താൽ കുരിശേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്താലേ എനിക്ക് നിന്ദനമുള്ളൂ, ഞാൻ എന്ത് ചെയ്താലേ എനിക്കൊരു നല്ല വാക്ക് കേൾക്കാനായിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളും പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, ഞാൻ എവിടെ പോയാലും ജോലിക്ക് പോയാലും ശരി, വീട്ടിലാണെങ്കിലും ശരി, എവിടെ ആണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ റെഡിയാകുന്നില്ല. ഇപ്പൊ റെഡിയാകുമെന്ന് വിചാരിച്ചോണ്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇപ്പം കിട്ടും, അല്ലെങ്കിൽ ഈ മാസം കിട്ടും, ഈ ദിവസങ്ങളിൽ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. എന്തുകൊണ്ടാ? പ്രിയമുള്ളവരെ, തമ്പുരാനെ നിനക്കെന്ത് വേണമെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളുമായിട്ടില്ല.
അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളെ മാറുമ്പോഴാണ് എന്നെയും നിങ്ങളെ പീഡിപ്പിക്കുന്നവൻ ഈശോയെ പീഡിപ്പിക്കുന്നവരാകും. എന്നെയും നിങ്ങളെയും കഷ്ടപ്പെടുത്തുന്നവൻ ഈശോയെ കഷ്ടപ്പെടുന്നവരാകും. സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന് തമ്പുരാൻ ചോദിച്ചേ. സാവൂള് പീഡിപ്പിച്ചാരാ? സ്തഫാനസിനെ പോലെ വിശ്വാസത്തിൽ ഉറക്കപ്പെട്ട് മരണം വന്നോട്ടെ, മരിക്കാൻ പോകുമ്പോഴും കർത്താവെ ഈശോ പ്രാർത്ഥിച്ചോലെ ഇവർക്ക് ചെയ്യുന്ന അറിയാത്തതുകൊണ്ട് ഇവ ഈ പാവം ഇവരുടെ മേൽ വരരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സ്തഫാനോസിനെ പോലെ സഭയുടെ ആദ്യകാലത്ത് പീഡിപ്പിക്കപ്പെട്ട ആ വ്യക്തികളെ ഓർത്തിട്ട ഈശോ പറഞ്ഞ നീ എന്നെയാ പീഡിപ്പിക്കുന്നത്. ഞാനും നിങ്ങളെയൊക്കെ വേദനിപ്പിക്കുമ്പോ, ഞാനും നിങ്ങളെയൊക്കെ സങ്കടപ്പെടുമ്പോ, ഞാനും നിങ്ങളെയൊക്കെ കഷ്ടം അനുഭവിക്കുമ്പോ അത് ഈശോ തന്നെ അനുഭവിക്കുന്ന പ്രിയമുള്ളവരെ. ഈശോ ആയിരിക്കണം. ആണെങ്കിൽ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളൊക്കെ ഈശോയിലായി തീരേണ്ടിയിരിക്കണം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് നമ്മളെ പൂർണ്ണമായും തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ ആഴ്വരയിൽ കൈവേടിക ഇല്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവേടിക ഇല്ല ഞാൻ നിന്നെ. കരങ്ങളെ രണ്ട് നെഞ്ചോട് ചേർത്ത് വെക്കാം. തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായും നമുക്ക് വിട്ടുകൊടുക്കാം. അപ്പോസ്തല പ്രവർത്തനം 29-ാം അധ്യായം എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതമാണ്. ഞാനും നിങ്ങളുമൊക്കെ എത്രമാത്രം ഈശോയിലാണ് നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തികള്, നമ്മുടെ സുവിശേഷം, നമ്മൾ കണ്ടെത്തിയ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചോ? നമ്മൾ കണ്ടെത്തിയ, നമ്മൾ അനുഭവിച്ച ഈശോയെ, വചനം പറയുന്നല്ലോ, കർത്താവ് എത്ര നല്ലതെന്ന് രുചിച്ചറിയുന്ന സങ്കീർത്തകൻ പറയുന്നത്. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. നമ്മൾ കണ്ടെത്തിയ ആ തമ്പുരാനെ നമുക്ക് രുചിച്ചറിയാൻ പറ്റിയോ? രുചിച്ചറിഞ്ഞ തമ്പുരാനെ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചോ? രുചിച്ചറിഞ്ഞ തമ്പുരാനെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തോ? പിയോസിയുടെ ബൈബിളിലെ 29-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 29-ാം അധ്യായം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ അവിടെ എഴുതി ചേർക്കണം. ഞാൻ എൻ്റെ തമ്പുരാന് വേണ്ടി എത്ര സഹിച്ചു, ഞാൻ എൻ്റെ തമ്പുരാന് വേണ്ടി എത്ര ക്ഷമിച്ചു. നമ്മളെ പീഡിപ്പിച്ചവരോട് നമുക്ക് നിർഭാഗ്യം ക്ഷമിക്കാൻ പറ്റിയോ? നമ്മളെ കഷ്ടപ്പെടുത്തിയ, നമ്മളെ സങ്കടപ്പെടുത്തിയ, നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്ക് നിരുപാധികം ക്ഷമിക്കാൻ പറ്റിയോ? രണ്ട്, നമ്മള് തുറന്നിരുന്ന കണ്ണുകളിൽ ലോകത്തെ കാണാതെ തുറന്നിരുന്ന കണ്ണുകളിൽ തമ്പുരാനെ കണ്ടോ? അതോ എന്റെയും നിങ്ങളുടെയൊക്കെ കാഴ്ച ഇപ്പോഴും ലോകത്തിലാണോ? ഞാനും നിങ്ങളും കണ്ണു തുറന്ന് കാണുന്നത് ലോകത്തെ ആണെങ്കിൽ, ലോകമോഹങ്ങളെ ആണെങ്കിൽ, ജഡികാസക്തികളെ ആണെങ്കിൽ, തിന്മയുടെ ആസക്തികളെ ആണെങ്കിൽ, ഇവിടെ എന്തൊക്കെയോ സ്വരുക്കൂട്ടാൻ വേണ്ടി സ്വത്തിന്റെ പുറകെ, സമ്പത്തിന്റെ പുറകെ, വീടിന്റെ പുറകെ, ജോലിയുടെ പുറകെ, വലിയ കുടുംബ മഹിമയുടെ പുറകെ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളൊക്കെ ഓടുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് തമ്പുരാനെ കാണാൻ പറ്റത്തില്ല. തുറന്നിരുന്ന കണ്ണുകളിൽ ഇങ്ങനെ തമ്പുരാനെ കാണാൻ പറ്റുമ്പോഴാ, ലോകത്തിലേക്കുള്ള കാഴ്ച അന്ധമാകുമ്പോഴാ, ലോകത്തിലേക്കുള്ള കാഴ്ച മറയുമ്പോഴാ എനിക്ക് നിങ്ങൾക്കും തമ്പുരാനെ കാണാൻ പറ്റുന്നേ, അവനെ അനുഭവിക്കാൻ പറ്റുന്നേ, അവനെ രുചിച്ചറിയാൻ പറ്റുന്നേ. തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, എനിക്ക് നിന്നെ രുചിച്ചറിയാനുള്ള കൃപ തരണം. ഈശോയെ, നിന്നെ എനിക്ക് ഒത്തിരി അനുഭവിക്കണം. ഈശോയെ, നിനക്ക് വേണ്ടി ഞാൻ എന്താ തമ്പുരാനെ ചെയ്യേണ്ടേ? നിനക്ക് വേണ്ടി ഞാൻ എന്താ തമ്പുരാനെ ചെയ്തു തരണ്ടേ? നീ എന്നെ സൗഖ്യപ്പെടുത്തി, നീ എന്നെ കുടുംബത്തെ ഇത്രത്തോളം കാത്തു, നീ എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം ഇടപെട്ടു,
ഈശോയെ, വലിയ അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് നീ എന്നെ കാത്തു പരിപാലിച്ചു. എന്റെ കുടുംബാംഗങ്ങളെ, എന്റെ മാതാപിതാക്കളെ, എന്റെ സഹോദരങ്ങളെ, എന്റെ കുഞ്ഞുങ്ങളെ ഈശോയെ വലിയ ആത്മഹത്യയുടെ, വലിയ തിന്മയുടെ ഒക്കെ ആ പിടിയിൽ നിന്നൊക്കെ വിടുവിച്ചിട്ട് ഇത്രത്തോളം നീ കൈപിടിച്ചുയർത്തി നിന്നോട് ചേർത്ത് ഞങ്ങളെ നടത്തുക. തമ്പുരാനെ, ഞാൻ നിനക്ക് ഇനി എന്ത് ചെയ്യണം? ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവന് വിട്ടുകൊടുത്തേ. എന്നിട്ട് തമ്പുരാനോട് ചോദിച്ചേ, ഈശോയെ, ഞാൻ എന്താ നിനക്ക് ചെയ്യേണ്ടേ? പലപ്പോഴും ഇങ്ങനെ നമ്മള് വർഷങ്ങളായിട്ടല്ലേ, കുറെ കാലങ്ങളായിട്ട് അല്ലെ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാ. അതിന്റെ അപ്പുറം ഈശോയെ, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടേ? ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരുമ്പോഴാ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുന്നത്. പുറപ്പാട് 14:14 പറയുന്നുണ്ട്, നീ ശാന്തമായിരിക്കുക, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈശോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുന്നത്, എനിക്കും നിങ്ങൾക്കും വേണ്ടി വലിയ കോട്ട കെട്ടുന്നത്, തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നമ്മൾ തമ്പുരാന് വേണ്ടി ചെയ്യാൻ വേണ്ടി പുറപ്പെടുമ്പോഴാ. നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു സ്റ്റേജ് ഇങ്ങനെ ഒരു രണ്ടാമത്തെ തലം കഴിഞ്ഞ് മൂന്നാമത്തെ തലത്തിലേക്ക് ഉയരുമ്പോഴാ തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. നമ്മളിങ്ങനെ ഇപ്പോഴും കുഞ്ഞുപിള്ളേര് സാധനങ്ങൾ വേണമെന്ന് പറയുന്ന അവസ്ഥയാണോ? അതോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ പഠനം കഴിഞ്ഞ് ഒരു ജോലിക്കിടെ ട്രെയിനിങ്ങിനൊക്കെ പോയപ്പോൾ മാതാപിതാക്കൾക്ക് നമുക്ക് പൈസ ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോ, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് തന്നോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത അവസ്ഥയിലാണോ? അതോ ജോലിയൊക്കെ കിട്ടി പൈസയൊക്കെ ആയി സ്വന്തമായിട്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയപ്പം അപ്പനും അമ്മയ്ക്കും എന്താ വേണ്ടിയെന്ന് ചോദിക്കുന്ന മക്കളെ പോലെ, എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി എന്നാ തരുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ധന്യമായി. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരമായി. നമ്മുടെ കൂട്ടായ്മ ഒത്തിരി ഫലമുള്ളതായി. കണ്ണുകളെ അടയ്ക്കാം, കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാം, നമ്മളെ പൂർണ്ണമായും തമ്പുരാന് വിട്ടു കൊടുക്കാം. ഈശോയെ, നീ എന്നെ ഏറ്റെടുക്കണം. ഈശോയെ, നീ എന്നെ പുതിയൊരു വ്യക്തിയായിട്ട് മാറണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു പെന്തിക്കോസ്തി എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം. സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെയൊക്കെ മേൽ അഗ്നിനാവ് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഈ കൂട്ടായ്മയിൽ ഇപ്പോ പരിശുദ്ധാത്മാവിന് വലിയൊരു നിറവിറങ്ങാൻ, പരിശുദ്ധാത്മാവിന് വലിയ കൃപ നമ്മുടെ മേൽ ഇറങ്ങാൻ നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങളിതുവരെ എത്തുവാ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങളിതുവരെ എത്തുവാ നീ മാത്രമെൻ യേശുവേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണ്, ഞങ്ങളിതുവരെ എത്തുവാ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങളിതുവരെ എത്തുവാ നീ മാത്രമെൻ യേശുവേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യോഹന്നാൻ 16:20, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇപ്പൊ കൂട്ടായ്മയിൽ എത്ര വലിയ മനോഭാരത്തോടെ ആയിക്കോട്ടെ, എത്ര വലിയ ടെൻഷനോടെ ആയിക്കോട്ടെ, എത്ര വലിയ വിഷമത്തോടെ ഇരുന്നോട്ടെ, പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളെയും ദുഃഖത്തെ സന്തോഷമാക്കുന്ന, എന്റെയും നിങ്ങളുടെയൊക്കെ വിഷമത്തെ, പ്രയാസങ്ങളെ, കഷ്ടപ്പാടുകളെ ഒക്കെ സന്തോഷമാകുന്ന തമ്പുരാന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ഒരുപക്ഷെ വഴിമുട്ടി ഇങ്ങനെ നിൽക്കുകയായിരിക്കാം. ചെങ്കടൽ പ്രവർത്തിയ തമ്പുരാൻ നമുക്ക് വേണ്ടി ചെങ്കടലിന് നടുവിലൂടെ ഒരു വഴി കെട്ടിത്തരും. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധിയിലൂടെ, പ്രതികൂലങ്ങളിലൂടെ പോയിക്കോട്ടെ, തമ്പുരാൻ നമ്മുടെ കൈ പിടിക്കുവന്നേ, ഈശോ നമ്മുടെ കൈ പിടിക്കുവന്നേ. ഒന്നേ ഉള്ളൂ, നമ്മളെ പൂർണ്ണമായി അവനെ വിട്ടുകൊടുത്തിട്ട്, അപ്പാ ഞാൻ എന്നാ നിനക്ക് വേണ്ടി ചെയ്യണ്ടേ? എന്റെ സങ്കടങ്ങളുടെയും എന്റെ വിഷമങ്ങളുടെയും എന്റെ പ്രയാസങ്ങളുടെയും എന്റെ ജീവിതത്തിന്റെ ഈ ഭാരമൊക്കെ തമ്പുരാനെ
ഞാനതൊക്കെ മറക്കുക. പക്ഷെ പറഞ്ഞല്ലോ, നിന്റെ കുരിശെടുത്തന്നെ എനിക്ക് നിൽക്കാൻ. ആ കുരിശുകളും വേദനകളും സങ്കടങ്ങളും ഒക്കെ തമ്പുരാന്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തിട്ട്, അപ്പൊ നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? ലോകത്തിലേക്കുള്ള കണ്ണുകൾ എന്താക്കിക്കൊണ്ട് തുറന്നിരുന്നാലും കാണാൻ കഴിയാത്ത വിധം ആ കണ്ണുകളെ നമുക്ക് തമ്പുരാനെ ദർശിക്കാൻ ശ്രമിക്കണം. ഈശോ മതി, ഇനി നമുക്ക് വേറെ ഒന്നും വേണ്ട. അവന്റെ കൃപ മതി, അവന്റെ കൃപ മതി. പ്രാർത്ഥിക്കാം. കരങ്ങളെ രണ്ടും കാത്ത ശിരസിലേക്ക് വെക്കാം. രണ്ട് കരങ്ങളും ശിരസിലേക്ക് വെക്കാം. ഈശോയെ, ഈ പ്രിയപ്പെട്ടവരെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഇവര് ശിരസിൽ വെച്ചിരിക്കുന്ന ഈ കരത്തിനുമേൽ അങ്ങയുടെ മുറിവേറ്റ കരം ഇപ്പോൾ വെക്കണം. അങ്ങയുടെ ആണിപ്പാട്ടുള്ള കര ഇപ്പോൾ വെക്കണം. ഈശോയെ, ഒത്തിരി ആവശ്യങ്ങളുണ്ട് തമ്പുരാനെ, ഒത്തിരി നിയോഗങ്ങളുണ്ട്. ഞങ്ങള് കർത്താവെ അന്ന് ഇന്നും ഒക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നിലവിളിക്കുന്നവരാ. അപ്പൊ അതിന്റെ അപ്പുറം നിനക്കെന്ത് വേണമെന്ന് ചോദിക്കാനുള്ള തലത്തിലേക്ക് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങളെ ബലഹീനത അപ്പ ഞങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ട് ഈശോ. സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോലും ഞങ്ങൾ യോഗ്യരല്ല. ദൈവം നിന്നോട് യാചിക്കാൻ പോലും ഞങ്ങൾ അർഹരല്ല. അത്രമാത്രം ഞങ്ങൾ ഈ ലോകത്തിലാ. അപ്പൊ നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണം ഈശോയെ. കാൽവീടെ മാറിൽ അവിടുന്ന് എന്റെ ആ തിരുരക്തത്താൽ ഇപ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ കഴുകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ജലത്താൽ, നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തത്താൽ ഈശോയെ ഞങ്ങളെ കഴുകി ഞങ്ങളുടെ മേൽ പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി, പുതിയ കൃപ നിറയ്ക്കണം. ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ നിറയ്ക്കണം. അഭിഷേകം ഈശോയെ, നിനക്ക് വേണ്ടി അങ്ങ് പുറപ്പെടാൻ പൗലോസപ്പോസ്തലൻ ചെയ്ത പോലെ വചനം തീഷ്ണതയോടെ ജീവിക്കാൻ, വചനം പ്രഘോഷിക്കാൻ ഈശോയെ ഞങ്ങളുടെ ജീവിതം അപ്പോസ്തല പ്രവർത്തനം 29-ാം അധ്യായത്തിൽ എഴുതി ചേർക്കുന്ന വിധം തമ്പുരാനെ ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ സ്നേഹത്താലും നിന്റെ വലിയ കൃപയാലും ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വീണ്ടും ബലഹീനത തമ്പുരാനെ, അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ വീണ്ടും സമർപ്പിക്കുക. ഞങ്ങളെ ഏറ്റെടുക്കണം. അപ്പൊ ഞങ്ങൾക്ക് രോഗങ്ങളുണ്ട്, ഒത്തിരി ആവലാദികളുണ്ട്, ഒത്തിരി വിഷമങ്ങളുണ്ട്, ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തമ്പുരാനെ. നീ പറഞ്ഞല്ലോ നിന്റെ നാമത്തിൽ ചോദിക്കുന്ന എന്ത് നൽകുമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23, 24. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചില്ല, ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, അപ്പോ നിങ്ങൾ സന്തോഷിക്കും. ഈശോയെ, നിന്റെ നാമത്തിൽ ചോദിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടാൻ, ഈശോയുടെ നാമത്തിൽ ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യപ്പെടാൻ, ഈശോയുടെ നാമത്തിൽ ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം വരെ അനുഗ്രഹമാകാൻ, ഈശോയുടെ നാമത്തിൽ ഈ കൂട്ടായ്മയുടെ ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ, ഈശോയെ നിന്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കാൻ, ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളുടെ മുമ്പിൽ, ബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ, ഈശോയെ വലിയ കെട്ടുകളിൽപ്പെട്ട് കിടക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ, ഈശോയെ വലിയ അത്ഭുതം കാണാൻ, ആ കെട്ടുകൾ അറിയാൻ, ആ ബന്ധനങ്ങൾ മാറിപ്പോകാൻ, ഈശോയെ തടസ്സമായി കിടക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണപ്പാ. യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ബന്ധനം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. ഈശോയുടെ നാമത്തിൽ ഈശോയെ നിന്നോട് പ്രാർത്ഥിക്കുക, ഈ കൂട്ടായ്മ ഏറ്റെടുക്കണം. യേശുവിന്റെ നാമത്തിൽ വിടുതലും സൗഖ്യങ്ങളും ഉണ്ടാകണം. ഞങ്ങളുടെ നിയമങ്ങളെയൊക്കെ സമർപ്പിച്ച് ഈശോയെ നിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനെ അവിടുന്ന് ഇടപെടണമേ. ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനെ അവിടുന്ന് യുദ്ധം ചെയ്യണമേ. ഈശോയെ നിന്റെ കൃപ കൊണ്ട്, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന,
നൽകണേ യാചന, കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം ഒരു നിമിഷം, ശക്തമായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ വേദനകളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. ഈശോയുടെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദുഃഖ സന്തോഷമായി പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ മക്കളുടെ അടിമകളായി തൊട്ടാതിരിക്കാൻ അവരുടെ ദേശം നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവായ നിങ്ങൾ മുഖത്ത് നടക്കുന്ന നിങ്ങളുടെ മുഖത്തിനെ കെട്ടുപെട്ടു ദേവൻ 26 പരിശുദ്ധനും സത്യവാനും ദാവീദ് താക്കോൽ കൈവശമുള്ളവരും തുറക്കുന്നവനുമായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഒരുപാട് വചനശക്തിയാൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. വിട്ടുപോകട്ടെ. ഈശോയുടെ നാമത്തിൽ ഒരുക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് നീ മതി. ഈശോയെ, ഈശോ 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 നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കർത്താവേ ഞങ്ങളെ കൈപിടിച്ചപ്പോൾ ഉയർത്തണമേ. നിന്റെ കൃപ കൊണ്ട്, നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മാതാവേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ പരിശുദ്ധ ദൈവമേ, ഞങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് അനിൽ ബ്രദറിനെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വന്ന് വചനം പറഞ്ഞ് ഇത്ര നേരം നമ്മോടൊപ്പമായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി തിരുവചന സന്ദേശങ്ങൾ പങ്കുവെച്ച് തന്നും മകനെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മകനിലൂടെ അനേകം മക്കൾക്ക് മാനസാന്തരം നേടുന്നതിനും ആ തിരുവചന സന്ദേശത്തിനോട് അനേകം ആത്മാക്കളെ നേടുവാനുള്ള വലിയ പരിശുദ്ധാത്മാഭിഷേകവും കൃപയും ആ മകന് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ മകനെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ആരാധന. കർത്താവേ, തിരുവചന സന്ദേശം ലോകമെമ്പാടും വ്യാപരിക്കുവാൻ ഇടയാക്കുവാൻ ഈ പ്രവർത്തനത്തിലൂടെ ഇടയാക്കുവാൻ കർത്താവേ അവിടുന്ന് മകനെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവന്റെ ചെറുതുമല്ല എല്ലാ ആവശ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ എഴുതി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പേരും കർത്താവെ അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയൊക്കെ സന്ധിയോടെ ഓർക്കുകയും അവരെല്ലാം ഈ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ കൂട്ടായ്മയിൽ ഓരോ ദിവസവും നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ആ ഓരോ ശുശ്രൂഷകളും നയിക്കപ്പെടുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമുക്ക് എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രയറുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അനേകം മക്കൾ ഫാസ്റ്റിംഗ് പ്രയറിൽ സംബന്ധിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കുവാനും
പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളും വിടുവിക്കുവാനും പാപചിന്ത ഉണ്ടാകുവാനും അതിനെക്കുറിച്ച് മനസ്സറിക്കുവാനും ഒക്കെയുള്ള വലിയ പരിശുദ്ധാത്മ അഭിഷേകം ഓരോ മക്കൾക്കും കുടുംബങ്ങൾക്കും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ലോകത്തിന്റെ ഒരു ചെറിയ കോണിൽ ഞങ്ങള് അങ്ങേ നാമത്തിൽ ഈ രാത്രിയുടെ സന്ധ്യായാമങ്ങളിൽ അവിടുത്തെ തിരുനാമത്തിൽ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചു ചേർത്തതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അതിലധികമോ പേർ എന്റെ നാമത്തിൽ ഒന്നു ചേർന്ന് എന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത നാഥ, ഈ തിരുവചനത്തിന്റെ അത്ഭുത ശക്തിയാൽ യോഗ്യതയാൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കള്, പ്രാർത്ഥനയിലേക്ക് വന്നുകൊണ്ടിരുന്നവര്, വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവര്, അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങള്, ദേശങ്ങള്, അവരുടെ ഭവനങ്ങള്, അവരുടെ തൊഴിൽ മേഖലകള്, അവരുടെ ആവശ്യങ്ങള്, അത്യാവശ്യങ്ങള്, അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങള് എല്ലാം ഞങ്ങള് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി കൂട്ടായ്മയിലെ ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങളായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് നാളത്തെ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാളെ വചനം പങ്കുവയ്ക്കുന്ന മകനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാളെ അനേകം മക്കൾക്ക് കൂട്ടായ്മയിൽ വന്നു ചേരുവാനുള്ള വഴികൾ തുറന്നു തരുന്നതിനും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവേ, അതെല്ലാം ഇപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എടുത്തു മാറ്റണമേ. തിരുവചനത്തിനെതിരായിട്ടുള്ള എല്ലാ സാത്താന്റെ ഉരുക്കുകോട്ടകളും തകർക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശ്വനാഥ, നിന്റെ കരുണയ്ക്കായി, നിന്റെ കൃപയ്ക്കായി, നിന്റെ വാത്സല്യത്തിനായി, അവിടുത്തെ സ്നേഹത്തിലും സമാധാനത്തിലും വളർന്നു വരുവാനും അവിടുത്തെ സമാധാനത്തിൽ ഞങ്ങൾ നയിക്കപ്പെടുവാനും ഞങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയങ്ങള്, മനസ്സുകളും ചിന്തകള്, വികാരങ്ങളെ എല്ലാം അവിടുന്ന് ഏകീകരിക്കുകയും അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ നിലവിളിച്ച് നാട്ടിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് നന്ദി ഓർക്കാം. അവരായിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാട്ടിലെ വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ, മഴയുടെ അവസരങ്ങൾ, മഴയില്ലാത്ത അവസ്ഥകൾ ഒക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവരുടെ ആവശ്യം, അവരായിരിക്കുന്ന ഇടത്തെയും ദേശത്തെയും എല്ലാം കാത്ത് സംരക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നയിക്കപ്പെടണമേ. ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നെല്ലാം എന്നും എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവരെയും കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശോയെ, അവിടുത്തെ നാമത്തിൽ ഒന്നു ചേരുവാൻ 40 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കൊച്ചു കൂട്ടായ്മയെ ഈ UAE നഗരത്തിൽ വിളിച്ചു ചേർത്ത് അവയെ സംഘടിപ്പിച്ച് കൊണ്ടു നടന്ന സണ്ണിച്ചേട്ടനെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുകയും സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശോയെ, മകന്റെ എല്ലാ പ്രവർത്തികളിലൂടെയും അനേകം ആത്മാക്കൾക്ക് മാനസാന്തരം ലഭിക്കുന്നതിനും അനേകം മക്കൾ പാപത്തിൽ നിന്ന് പിന്തിരിയുവാനും വചന ശുശ്രൂഷയിലെല്ലാമായി ലോകമെമ്പാടും പോയി വചന പ്രഘോഷിക്കുന്ന മക്കളെ വാർത്തെടുക്കുവാനും ഒക്കെ ഉപകരിച്ച് ഈ കൊച്ചു കൂട്ടായ്മയെ കർത്താവെ, ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന മക്കളും അതേപോലെ തന്നെ കർത്താവിന്റെ മക്കളായി അവരെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. സന്നിചേട്ടനെയും കുടുംബത്തെ ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ അവിടെ സ്വീകരിക്കണമേ. അവന്റെ എല്ലാ ശാരീരിക അസ്വസ്ഥതകള്, പ്രായാധിക്യം മൂലമുള്ള അസ്വസ്ഥതകള്, വേദനകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. ഇപ്പോഴീ കൂട്ടായ്മയെ നയിച്ചുകൊണ്ടിരിക്കുന്ന സിജോ ബ്രദറിനെ കുടുംബത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. റോയ് ബ്രദറിനെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെറുതും വലുതുമായ ശുശ്രൂഷകൾ, സഹായ സഹകരണങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ നല്ലവരായ വ്യക്തികളെ, കുടുംബങ്ങളെ, സ്ഥാപനങ്ങളെ എല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും സ്മരിക്കുകയും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അനേകം മക്കളുടെ മാനസാന്തരത്തിനെ വീണ്ടും ഈ കൂട്ടായ്മയെ അങ്ങ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ എഴുതി സമർപ്പിച്ചിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് സത്യചേട്ടനെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ദൈവജ്ഞാനത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്യു ബ്രദറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ മകന്റെ ആത്മാവിന് നിത്യാശ്വാസം വരളെ അനുഗ്രഹിക്കുകയും നിത്യസൗഭാഗ്യത്തിലേക്ക് ചേർക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മകന്റെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോൻ ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാതാവേ,
ആ മകനിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അനേക ശുശ്രൂഷകൾ ചെയ്യുവാൻ ആ മകനെ രൂപാന്തരപ്പെടുത്തിയെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാജി ബ്രദറിനെയും കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റോയ് ബ്രദറിനെയും കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. നിതിൻ ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സതീഷ് ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രമേശ് ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ജസ്റ്റിസ് സിസ്റ്ററിനെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 15 വയസ്സായിരിക്കുന്ന ക്യാൻസർ രോഗബാധിതനായ ഒരു മകനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ കരുണയായിരിക്കണമേ, ആ മകന് രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറിയക്കുട്ടി സിസ്റ്ററിനെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാഡി സിസ്റ്ററിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ജ്യോതി സിസ്റ്ററിനെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സെലീന സിസ്റ്ററിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ദൈവജ്ഞാനത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.